ഹലോ ആൾ, ഇന്നത്തെ നമ്മുടെ പരിപാടി എയർപോർട്ടിൽ പോക്കാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കൊച്ചി നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. രാവിലെ തന്നെ പോയി കാക്കാനോട്ടുള്ള അഖിലിനെ മുക്കി നേരെ വിട്ട് എയർപോർട്ടിലേക്ക്. നമ്മളങ്ങനെ ആദ്യമായിട്ട് 2 വീലറിൽ എയർപോർട്ടിലേക്ക് വിട്ടു. മിക്കപ്പോഴും ആരെങ്കിലും കൊണ്ടുവിടാൻ കാറിലാണ് പോകാറ്. അതിരാവിലെ തന്നെ ഇറങ്ങിയിട്ട് വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങളൊരു 8 മണിയായപ്പോൾ എയർപോർട്ടിലെത്തി. ഇങ്ങോട്ട് വന്ന് പാർക്ക് ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ആയിരുന്നു. അകത്തോട്ട് ഇനി വണ്ടി കയറ്റി വിടുവോ, ഇനി വെക്കുന്നതിന് പൈസ കൊടുക്കണോ, നമുക്കറിയില്ലല്ലോ. വണ്ടി വെച്ച് കഴിഞ്ഞപ്പോൾ താണ്ടേ എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല, എവിടെ പോയി കാത്ത് നിൽക്കണമെന്നും അറിയത്തില്ല. ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നതെന്ന് കരുതി അങ്ങ് നടന്ന് ടെർമിനലിന്റെ മുന്നിലെത്തി. പിന്നെ പോയി സ്ക്രീനിൽ നോക്കി. സാധാരണ നമ്മൾ വരുമ്പോൾ എല്ലാം അറിയാവുന്ന റോഡ് വരുന്നുണ്ട്, നമുക്കൊന്നും അറിയണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനല്ലല്ലോ. ലാസ്റ്റ് വരുന്നത് എവിടാന്ന് കണ്ടുപിടിച്ച് അറവലിന് മുന്നിൽ പോയങ്ങ് നിന്ന്. എയർപോർട്ടിൽ അല്ലെങ്കിൽ എപ്പോഴും തിരക്കാണല്ലോ. ഫെബ്രുവരി 28 വരേണ്ട ആളായിരുന്നു. അന്നാണല്ലോ യുദ്ധം തുടങ്ങിയത്, അതുകൊണ്ട് അത് നടന്നില്ല. എന്തായാലും കുഴപ്പമില്ല, ആളിങ്ങെത്തി. കിട്ടിയ ടിക്കറ്റിന് കയറി വന്നുകൊണ്ട് തിരുവനന്തപുരത്ത് വരേണ്ട ആൾ കൊച്ചിയിലാണ് എത്തിയത്. എയർപോർട്ടിൽ നിന്ന് ഇലക്ട്രിക് ബസ് പിടിച്ച് ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് നേരെ ബസ്സിൽ നാട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. ബസ് കാത്തി നിന്നപ്പോൾ കരുനാപ്പള്ളിക്ക് കൂട്ടിന് ഒരാളെയും കൂടെ കിട്ടി. അത് കണ്ട് ഞങ്ങൾ റാപ്പിഡ് അങ്ങ് ബുക്കാക്കി. 2 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് കയറ്റി അവരെ നേരെ ആലുവ ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു. അപ്പോഴേ ഞങ്ങൾ രണ്ടുപേരോട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇനി നേരെ ആലുവയ്ക്ക്. കുറെ ലഗേജ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, അത് എടുക്കാനും വണ്ടി കയറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബസ് പിടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയാ ഒരു ഹെൽപ്പ് ആവുമല്ലോ. എയർപോർട്ടിൽ നമുക്ക് പാർക്കിങ്ങിന് ചാർജ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. നേരെ ഇനി ആലുവ. ഈ എയർപോർട്ട് ഫുള്ള് സോളാർ പവറിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പോകുന്ന വഴിക്ക് ഫുള്ള് ഇതുപോലെ പരസ്യ ബോർഡുകളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ആലുവ ബസ് സ്റ്റാൻഡ് എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കരുനാപ്പള്ളി ബസ്സും വന്നു. സാധനങ്ങളെല്ലാം പറക്കി ബസ്സിൽ കയറ്റി 2 പേരെ യാത്രയാക്കി. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ നേരെ കാക്കനാടേക്ക് വിട്ടു. അവിടെ ചെന്ന് അഖിലിനെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ച് റൂമിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. തിങ്ക് ഹാപ്പി, ബി ഹാപ്പി, ബൈ ബൈ.